ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് തന്നെ ആശുപത്രിയിൽ നിന്നാണ് കേട്ടോ. രാവിലെ എണീറ്റുന്ന് ഞങ്ങൾ വേഗം ആശുപത്രിയിലോട്ട് വരേണ്ടി വന്നു. വേറെ ഒന്നുമല്ല, മാളൂട്ടിക്ക് ചെറിയൊരു വയറുവേദനയും ലൂസ് മോഷനൊക്കെ കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ, അത് കഴിച്ചപ്പോൾ അവൾക്ക് എന്തോ വയറിന് പറ്റിയില്ല. അതുകൊണ്ട് ഒന്ന് വന്ന് കാണിക്കാൻ വിചാരിച്ചു. വയറുവേദനയൊക്കെ അല്ലേ, ലൂസ് മോഷൻ ഉണ്ടാകുമ്പോൾ എന്തായാലും വന്ന് കാട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താ വെച്ചാൽ ഒരു ദിവസം നമ്മളങ്ങനെ വെച്ചിട്ടിരുന്ന പിറ്റേ ദിവസം കുട്ടിക്ക് എണീക്കാൻ പറ്റാതെ ഭയങ്കര ക്ഷീണം വരും. അപ്പോൾ പിന്നെ എന്തായാലും ഒഴിവ് ദിവസമാണെന്നൊന്നും നോക്കിയില്ല, ഒന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ വന്ന് കാണിച്ചു. അപ്പോൾ ആൾ മരുന്നൊക്കെ വാങ്ങാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ വെറുതെ ഇരിക്കല്ലേ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ വീടെത്തി മരുന്ന് കഴിച്ചത് ആൾ ഒരുവിധം ഓക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ രാവിലേക്ക് കഴിക്കാൻ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. മീനുണ്ടായിരുന്നു, അപ്പോൾ അത് വറുത്തു. ചോറ് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ചോറ് മീനും ആക്കാൻ രാവിലത്തേക്ക് വിചാരിച്ചു. കറിയൊന്നും വേണ്ട, കുഴപ്പമില്ല പറഞ്ഞു. പിന്നെ ആൾ പുറത്തേക്ക് പോയി. ഏട്ടൻ വിളിച്ചപ്പോൾ എന്താണ് കുട്ടികളും ഞങ്ങൾ കൊറിയൻസിൻ്റെ മൂവി കണ്ടുകൊണ്ടിരിക്കണേ. കൊറിയൻസ് തന്നെ തോന്നുന്നു കേട്ടോ. എന്താണ് വാട്ടർ മോൺസ്റ്ററിൻ്റെ. അപ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞൂസും ഇരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അവൻ എന്ത് മനസ്സിലാക്കിയിട്ടാണ് നോക്കണമെന്ന് അറിയില്ല. അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് കാണാറില്ല കേട്ടോ. ഞങ്ങളൊക്കെ കാണാതിരിക്കുമ്പോൾ വെറുതെ വന്ന് കരഞ്ഞ് അലമ്പുണ്ടാക്കും കേട്ടോ. കാണാൻ സമ്മതിക്കുകയില്ല എന്നെ സിനിമയൊന്നും കാണാൻ. അപ്പോഴേക്ക് ആൾ വന്നു കേട്ടോ പുറത്ത് പോയിട്ട്. സ്പെഷ്യൽ സാധനം കൊണ്ടാണ് കേട്ടോ വരുന്നത്. ആരെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. വേറെ ഒന്നുമല്ല, ഇപ്പോൾ കാണിക്കും. കൂണ് കേട്ടോ. നമ്മുടെ അവിടെ ഉണ്ടായത് തന്നെയാണ് കേട്ടോ. നമ്മുടെ അവിടെ പറഞ്ഞാൽ ഏട്ടൻ്റെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ആൾ ഉണ്ട്, വന്ന് വാങ്ങിയിട്ട് പൊക്കോ പറഞ്ഞു. അപ്പോൾ ആൾ ശരി എപ്പോഴെങ്കിലും കിട്ടണതല്ലേ എന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് വന്നേ. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ എനിക്ക്. അപ്പോൾ കുഞ്ഞൂസ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ, അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അവൻ എന്തുകൊണ്ടെന്നാലും ആദ്യം നോക്കണേ. അത് നോക്കി കൈ കൊണ്ട് അങ്ങോട്ട് കശക്കി പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ സമാധാനം വരില്ല കേട്ടോ. അപ്പോൾ അവന് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് കുട്ടികളുടെ ബെഡൊന്ന് വെയിലത്തിട്ട്, കുറേ ദിവസമായിട്ട് മഴയല്ലേ. അപ്പോൾ അതൊന്നും ഉണക്കാനിട്ടു കേട്ടോ ആൾ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരാക്കി തരാം കൂണ് എന്നൊക്കെ പറഞ്ഞ ആൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നന്നായി, അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള പണി ചെയ്യാമല്ലോ. ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ കുറച്ച് സമയം പോയതുകൊണ്ട് പണികളൊന്നും ആയിട്ടില്ല. അപ്പോൾ ആൾ നന്നാക്കി തരാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എനിക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു ഞങ്ങൾ. മെയിനായിട്ട് എനിക്കിത് നേരാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആൾ നേരാക്കി തരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നേരെ കണ്ടോ, ഇതിങ്ങനെയാണ് നേരാക്കുക, അടുത്ത പ്രാവശ്യം തൊട്ട് നീയാണ് നേരാക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആൾ നേരാക്കി തരുന്നത്. ഇതേ ടേസ്റ്റ് തന്നെയാണോ കടയിൽ നിന്ന് വാങ്ങുന്ന കൂണിനെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് വാങ്ങി തരാൻ പറഞ്ഞ ആൾ പറയും ഈ കൂണിൻ്റെ അത്ര ഗുണമൊന്നുമില്ല, അത് വേസ്റ്റാണ് പറയും കേട്ടോ. പക്ഷേ എത്രയോ ആൾക്കാർ വാങ്ങുന്നുണ്ടായിരുന്നു, നല്ല വിലയുണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് അറിയില്ല, പക്ഷേ ഒരിക്കൽ എന്തായാലും വാങ്ങി വെച്ച് നോക്കണം. പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നൊക്കെ മുളക് പുരട്ടി വെച്ചു. പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് ആളൊരു മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനത്തെ മീനുകളുടെ പേര് എനിക്ക് ഓർമ്മയിൽ നിൽക്കില്ല കേട്ടോ. അതെന്താണെന്നറിയില്ല, അത് അത്ര ആവശ്യമില്ലല്ലോ, തിന്നാൽ പോരെയെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാനത് ഓർത്ത് വെക്കാറില്ല. പിന്നെ അത് കഴിഞ്ഞ് മിററൊക്കെ കുറച്ച് അഴുക്കായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകാൻ വിചാരിച്ചു. ഞാൻ ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ട് തന്നെ കേട്ടോ അതൊക്കെ കഴുകണം. അമ്മ പറയേ ഈ മങ്ങിയ കണ്ണാടിയിൽ മുഖം നോക്കാൻ പാടില്ല, നമ്മുടെ മുഖത്തിൻ്റെ ഐശ്വര്യം പോകും അങ്ങനെയൊക്കെ പറയും കേട്ടോ. അതുകൊണ്ട് കണ്ണാടി എപ്പോഴും വെട്ടി തിളങ്ങി ഇരിക്കണം പറയും. അങ്ങനെ വിചാരിച്ചിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ആവുന്നത് വൃത്തിയാക്കി വെക്കും കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും ആളൊക്കെ സഹായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചേ. ആ പേപ്പറും കൊണ്ടാട്ടോ ഞാൻ ക്ലീൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ബാത്റൂമിലുള്ള മിറർ ഒരു ദിവസം എന്ത് ചെയ്തറിയോ, തുണി വെച്ചിട്ട് ക്ലീൻ ചെയ്തു. നോക്കുമ്പോൾ ആ തുണിയിലെ നൂല് മുഴുവൻ അതിൽ ഒട്ടിപ്പിടിച്ചിട്ട് അത് പോണേയില്ല. സോപ്പിട്ട് ഒരച്ചിട്ടും ചകിരിട്ട് ഒരച്ചിട്ടും ഒന്നും കാര്യമില്ല. ആ മിറർ അങ്ങനെ കേട് വന്നേ. എന്തോ ഭാഗ്യത്തിന് ഇതിൽ ഞാൻ ആ മണ്ടത്തരം കാട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഇത് കാണുന്ന ഭാഗത്തുള്ള മിറർ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. ആ മിററിനെ എങ്ങനെയാണ് അത് ക്ലീൻ ആക്കി വൃത്തിയാക്കി എടുക്കാമെന്ന് എനിക്ക് അറിയില്ല. വീട് ഇരുന്ന് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഞാൻ അതിനെ കോളാക്കി വെച്ചു കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും അത് മാറ്റാനുള്ള ഐഡിയ അറിയാമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു തരണേ, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഇങ്ങനെ ലിക്വിഡ് ഒഴിച്ചിട്ട് ന്യൂസ് പേപ്പറും കൊണ്ട് തുടച്ച് എത്രയും ക്ലീൻ ആവുമെന്ന് അറിഞ്ഞത് എനിക്ക് യൂട്യൂബിൽ നിന്നാണ് കേട്ടോ. ഞാനെപ്പോഴും യൂട്യൂബിൽ ഓരോ കാര്യങ്ങൾ നോക്കുക. യൂട്യൂബും ഗൂഗിളും ആണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട്. അതായത് ആഫ്റ്റർ മാരേജ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ആദ്യം പോയി സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലായിരിക്കും, അതുപോലെ യൂട്യൂബിൽ കേട്ടോ. പക്ഷേ അതെനിക്ക് നല്ല ഉപകാരമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നല്ല നല്ല ഐഡിയാസുകൾ കിട്ടുകയായിരുന്നു. അങ്ങനെ കണ്ണാടിയൊക്കെ തിളങ്ങാൻ തുടങ്ങിയപ്പോൾ മുഖം ഉണ്ട് ഡള്ളായിരിക്കണം. ശരി, എന്നാൽ മുഖത്ത് എന്തെങ്കിലും ചെയ്യാം, നമുക്ക് ഇത്തിരി നിറമൊക്കെ വെക്കാം, മുഖത്തെ ഡൾനെസ് ഒക്കെ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മുന്തിരി ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും മുഖത്തൊന്ന് സ്ക്രബ് ചെയ്യാം, മുഖത്തിൽ അഴുക്കൊക്കെ പോയി ഒന്ന് ക്ലീൻ ആവുമല്ലോ ഫേസ്. ഒന്നാമത് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടും ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, അവൾക്ക് വയ്യാത്തതുകൊണ്ട് അതിൻ്റെയൊക്കെ ക്ഷീണം നല്ലോണം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ കുട്ടികളെ നോക്കാൻ ഒരാൾ എക്സ്ട്രാ ഉണ്ടാവുന്ന സമയത്ത് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. അല്ലാത്ത സമയത്ത് ഇതൊന്നും നടക്കില്ല കേട്ടോ. സ്കിന്നോ ഹെയറോ ഒന്നും കെയർ ചെയ്യാൻ പറ്റില്ലേ. എന്താ വെച്ചാൽ മൂന്നാളെയും നോക്കണ്ടേ, അതപ്പോൾ അവർക്ക് മെയിൻ പ്രയോറിറ്റി കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും ചെയ്യാറില്ല. ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. നമ്മുടെ ഫേസിനൊക്കെ ഒന്ന് കെയർ ചെയ്യാൻ വിചാരിക്കേ. മുന്തിരി ഇങ്ങനെ സ്കിന്നിലിട്ടിട്ട് സ്ക്രബ് ചെയ്യണത് നല്ലതാണ് പറയുക. മുഖത്തിലെല്ലാം അഴുക്കൊക്കെ പോയി സ്കിന്നൊന്ന് ബ്രൈറ്റനിങ് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അത് തേച്ച് കഴിഞ്ഞ് ജസ്റ്റ് വെറുതെ തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയാൽ മതി. കഴുകി കഴിഞ്ഞ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നല്ല വ്യത്യാസം അറിയും. ഒന്നാമത് എനിക്ക് എൻ്റെ മുഖത്ത് നല്ലൊരു ക്ഷീണം പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഡാർക്ക്നെസ് ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞത് എനിക്ക് ജസ്റ്റ് ഫ്രഷ് ആയ പോലെ നല്ലൊരു ഫീൽ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞിട്ടോ. നമുക്കിത് ഉപയോഗിക്കുന്നതുകൊണ്ട് മുഖത്തിനൊരു കേടും വരാൻ പോകുന്നില്ലല്ലോ. ഡെയിലി ഇങ്ങനെ ചെയ്താൽ നല്ല എഫക്റ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് ഡെയിലി ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഉറപ്പില്ലല്ലോ. തക്കാളിയൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും ഗുണമായിരിക്കും കേട്ടോ ഇത് ഉപയോഗിച്ചാൽ. എനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതിനേക്കാൾ ഇതിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് പറയും, ഗ്രേപ്പ് ജ്യൂസൊക്കെ. ചെയ്യണത് വെളുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മുടെ മുഖത്തേക്ക് ചെളിയൊക്കെ അഴുക്കൊക്കെ പോയി നല്ല ഫ്രഷ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം, ഒരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടില്ലേ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാതെ ഇതൊക്കെ ഉപയോഗിച്ചതുകൊണ്ട് അങ്ങനെ വെളുത്ത് തുടുക്കുന്നൊന്നുമില്ലേ. നമ്മുടെ റിയൽ കളർ തന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ എന്താണ്, നമ്മുടെ മുഖത്ത് വന്നിട്ടുള്ള സൺ ടാനൊക്കെ നന്നായി മാറി കിട്ടും. നല്ല യങ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടും. അതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഗുണം.
അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പൊന്നൂസും മാളൂട്ടിയൊക്കെ വന്ന് നിന്ന് നോക്കൂട്ടോ അമ്മ എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവർ ചോദിക്കൂട്ടോ അമ്മ എനിക്കും ചെയ്തത് അതുപോലെ തന്നെ മാളൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊന്നൂസിന് പിന്നെ അത്രയ്ക്ക് ഇഷ്ടമല്ല, മാളൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യാനും ലിപ്സ്റ്റിക് അടിക്കാനൊക്കെ കേട്ടോ. ആൾ ഉറങ്ങുകയാണെങ്കിൽ കൂടെ പോയിട്ട് ലിപ്സ്റ്റിക് ഉറക്കത്തിൽ നിന്ന് നീറ്റ് വന്ന് അടിച്ചിട്ട് പോയിരിക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവമാണ് കേട്ടോ. ഇപ്പോൾ വയ്യാതെ ആൾ ഇരിക്കുമ്പോഴും എന്താണ് ലിപ്സ്റ്റിക് എവിടെയാണ് പറഞ്ഞ് തിരഞ്ഞു പോയിട്ട് കണ്ണ് വാലിട്ട് എഴുതി പൊട്ട് വെച്ചിട്ടേ നടക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള ഒരു സ്വഭാവം കേട്ടോ അവൾക്ക്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണത് കാണുമ്പോൾ പൊന്നൂസ് വന്ന് ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ അമ്മ എന്താ ചെയ്യുന്നത്. എന്നിട്ട് അമ്മ എനിക്കും തേച്ചിതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ തേച്ച് തരാൻ വേണ്ടിയിട്ട് അവൾക്കും തേച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്കിന്നിനൊന്നും ഒരു ഡാമേജ് ഉണ്ടാക്കാത്ത സാധനങ്ങളൊക്കെ ഞാൻ അവർക്കും തേച്ച് കൊടുക്കും കേട്ടോ. അതൊന്നും കുഴപ്പമില്ലല്ലോ. അതുപോലെ തലയിലാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക, അല്ലാതെ കെമിക്കൽസ് ഉപയോഗിക്കില്ല. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ടോണർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതെനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇത് സൂപ്പറായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ടോണർ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ആൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പറഞ്ഞ് തന്നാണ് കേട്ടോ. നോക്കുമ്പോൾ എനിക്ക് നന്നായി സ്യൂട്ട് ആവുന്നുണ്ട് കേട്ടോ എൻ്റെ ഫേസിന്. അതുപോലെ നെക്കിന് എല്ലാവരും അടിക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങി ഉപയോഗിക്കാനുള്ള നേരമില്ല. എങ്ങടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ട് വയ്ക്കുക, വേഗം തല കെട്ടുക, പോകുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ട് നേരത്തെ ഉപയോഗിച്ചില്ല എന്നൊരു തോന്നലാണ്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഡെയിലി ടോണർ യൂസ് ചെയ്യുന്നുള്ള ഒരു തീരുമാനത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്ന് നമ്മൾ ഇപ്പോൾ തന്നെ നോക്കിയില്ല വെച്ചാൽ ഒരു കുറച്ച് പ്രായമാകുമ്പോഴേക്കും നല്ല ചുളിവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ, വേറെ ആരും ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇനി തൊട്ടിട്ട് സ്കിന്നൊക്കെ കെയർ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് വേഗം അടുക്കളയിൽ വന്ന് കറി വെക്കാൻ നോക്കി. സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരുന്ന ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം വേണ്ടതൊക്കെ ചെയ്തിട്ട് വന്ന് കൂട്ടാൻ വെക്കാൻ നോക്കിയിട്ടോ. നമ്മുടെ കൂണൊക്കെ റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട്. പിന്നെ നമ്മുടെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് നല്ല വെളിച്ചെണ്ണയിൽ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്നായി വഴണ്ട് കിട്ടണേ, ബ്രൗൺ പറഞ്ഞാൽ അങ്ങനെയല്ല, എന്നാലും നന്നായി വാടി കിട്ടണം കേട്ടോ. എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, എണ്ണ തെളിഞ്ഞ് വരണം. എന്ത് സാധനം വെക്കുകയാണെങ്കിലും ഇങ്ങനെ വഴറ്റണ സമയത്ത് അതിൽ നമ്മൾ ഒഴിച്ച എണ്ണ മുകളിലോട്ട് തെളിഞ്ഞ് വരണം. അപ്പോഴേ ആ കറിക്ക് അതിൻ്റെ കറക്റ്റ് രുചി കിട്ടും. നമ്മൾ വേഗം വെക്കാൻ നോക്കിയിട്ട് അങ്ങനെ അധികം വഴറ്റാതിരുന്ന കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഇതെനിക്ക് ആദ്യം അറിയില്ലായിരുന്നു, എനിക്ക് ആളെ പറഞ്ഞു കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അതിനിടയിൽ തക്കാളിയൊക്കെ വാങ്ങിയത് കഴിയാനായി, കുറച്ച് കേടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി വൃത്തിയാക്കിയിട്ട് ബാക്കി വേസ്റ്റ് ഉള്ളത് കളയാൻ നിൽക്കുകയാണ് കേട്ടോ ഞാൻ. പിന്നെ കുറച്ച് മുന്തിരിയും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു. കുറച്ച് തന്നെ ഉള്ളൂ, എല്ലാവർക്കും തികയൊന്നുമില്ല. ആൾ പിന്നെ കുടിക്കില്ല, മുന്തിരി ജ്യൂസ് ഇഷ്ടമല്ല ആൾക്ക്. മാളൂട്ടിക്ക് പിന്നെ കൊടുക്കാനും പറ്റില്ലല്ലോ, വയറിൽ പ്രശ്നമുള്ളതുകൊണ്ട് ഒന്നും ഫുഡും കൊടുക്കണ്ട വിചാരിച്ചു. ഒന്നും കൊടുക്കണ്ട പറഞ്ഞാൽ വേറെ ഒന്നല്ല, ജ്യൂസ് കൊടുക്കണ്ട വിചാരിച്ചു എന്നാണ് കേട്ടോ. കഞ്ഞിയും പയറ് അങ്ങനെ വയറിന് പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കൊടുക്കാൻ വിചാരിച്ചിട്ടാട്ടോ. ഈ ഗ്രേപ്സിലൊക്കെ നല്ല മരുന്ന് അടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്തിനാ വെറുതെ ഇപ്പോൾ വയ്യാത്തോടത്ത് റിസ്ക് എടുക്കണം എന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ നിങ്ങളെൻ്റെ ഡാൻസ് വീഡിയോസൊക്കെ കാണുന്നുണ്ടോ ചോദിക്കണം വിചാരിച്ചതായിരുന്നു. ഞാൻ കല്യാണത്തിന് മുന്നേ ഡാൻസൊക്കെ പഠിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കല്യാണത്തിന് ശേഷം ഇതുവരെ എവിടെയും കളിക്കാനോ കയറാനുള്ള സ്റ്റേജിൽ കയറാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുമല്ല, കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും നോക്കലാണ് ഏറ്റവും വലിയ ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. സമയമില്ല കേട്ടോ, കുട്ടികളെ നമ്മൾ നോക്കും വേണ്ടേ, അവരെ നമ്മളല്ലാതെ വേറെ ആരെ ശ്രദ്ധിക്കുക അല്ലേ. അമ്മമാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം അല്ലേ. ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ അമ്മമാരനല്ലേ അവരെ നന്നായി ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്ര ദിവസം സമയം കിട്ടിയില്ല. പിന്നെ അതുമല്ല, ഭർത്താവിൻ്റെ അച്ഛനും അമ്മയൊക്കെ കൂടെ ഞങ്ങളൊരു വീട്ടിലാണ് താമസിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ താമസിക്കുമ്പോൾ നമ്മൾ അവരുടെ ഇഷ്ടവും നോക്കണമല്ലോ. അപ്പോൾ അവിടെ നമുക്ക് നടക്കില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് വീടൊക്കെ വെച്ച് മാറി താമസിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ നമ്മുടെ ഇഷ്ടമല്ലേ, എന്ത് വേണമെങ്കിലും നടക്കുമല്ലോ. എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ എല്ലാത്തിനുള്ള ഫ്രീഡം ഉണ്ടല്ലോ. പിന്നെ ആളെല്ലാം ഫുൾ സപ്പോർട്ടായിട്ട് വന്നു കേട്ടോ. ഞാൻ വിചാരിച്ചേ ഇല്ല ഇനിയിപ്പോൾ 10-11 കൊല്ലമായി, കുഞ്ഞുങ്ങളായി, അവരെ നോക്കണം, അവരുടെ വിദ്യാഭ്യാസം, ഇനി ഒരിക്കലും ഡാൻസ് കളിക്കലൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ ഈ നാട്ടിലുള്ള ഇവിടുത്തെ ആർക്കും അറിയാനില്ല ഞാൻ ഡാൻസ് കളിക്കുമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും അറിയുണ്ടാവും കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ ഞാൻ നേരാമാർഗം ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. പക്ഷേ ആളുടെ ഒരു കോൺഫിഡൻസ്, നിന്നെ കൊണ്ട് പറ്റും, കളിക്ക് എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ അതിന് മെയിനായിട്ട് പ്രോത്സാഹനമായിട്ട് മുന്നിൽ വന്ന് നിന്നത്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്നേക്കാളും ഇൻട്രസ്റ്റ് ആൾക്കാണ് കേട്ടോ. ബാക്കി ആരുടെ മുന്നിൽ വേണമെങ്കിലും ഞാൻ ഡാൻസ് കളിക്കട്ടെ, എനിക്ക് മടിയില്ല. പക്ഷേ ആളുടെ മുന്നിൽ എന്താണെന്നറിയില്ല, കളിക്കാൻ തുടങ്ങും പക്ഷേ പെട്ടെന്ന് തന്നെ മടിച്ചിട്ട് നാണക്കേടായിട്ട് നിർത്തും കേട്ടോ. ഇപ്പോൾ ശരിയായിട്ട് അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ആളെന്നെ അത് കണ്ടുപിടിക്കും, ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഇൻട്രസ്റ്റ് വന്നു കേട്ടോ. പിന്നെ എൻ്റെ മടി മാറാൻ വേണ്ടിയിട്ട് ആൾ തന്നെ എന്താ പറയുക രംഗത്തേക്ക് കയറി, ആൾ ഡാൻസ് കളിച്ചു. അപ്പോൾ ഓക്കെ, ആളുടെ ഒപ്പം കളിക്കുമ്പോൾ നമ്മുടെ ആ ടെൻഷനും പേടിയൊക്കെ മാറി കിട്ടിയിട്ടോ. നിങ്ങൾ മീൻ കൂട്ടാനേ എന്നും മീൻ വെച്ചിട്ട് കൂണ് വെക്കണ കാര്യം മറന്നുപോയി. അപ്പോൾ നിങ്ങൾ കൂട്ടാൻ വെക്കണതൊക്കെ ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ. എല്ലാവർക്കും അറിയണ റെസിപ്പി തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഇപ്പോഴാണ് കുക്കിങ്ങൊക്കെ പഠിക്കണത്. അപ്പോൾ എൻ്റെ സ്റ്റൈൽ എന്ന് പറയാനൊന്നുമില്ല, സാധാരണ എല്ലാവരും വെക്കണ പോലെ ഒരു കറി തന്നെ വെച്ചത്. പക്ഷേ ആൾ പറഞ്ഞിരുന്നു കേട്ടോ, ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ. എന്നെ ഒരു കുക്കാക്കി തീർത്തതും എൻ്റെ ഭർത്താവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഞാനൊന്ന് തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ ജീവിതത്തിൽ അടുത്തൊരു സ്റ്റേജിലോട്ട്. എൻ്റെ ഭർത്താവ് എൻ്റെ ഫാമിലി ഫുൾ സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. പക്ഷേ അവരുടെ സപ്പോർട്ട് മാത്രം പോരല്ലോ, നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം. അപ്പോൾ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അതുപോലെ എല്ലാവരും വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. നിങ്ങളുണ്ടെങ്കിലേ ഞാനുള്ളൂ, എനിക്കൊരു വളർച്ചയുള്ളൂ. അപ്പോൾ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കയറുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം, പ്രാർത്ഥിക്കണം ട്ടോ. ഇനി എനിക്ക് വീഡിയോസ് ഇടാൻ സമയം കിട്ടുമോയെന്ന് അറിയില്ല. കിട്ടണം, ഞാൻ സമയം ഉണ്ടാക്കിയിട്ട് ഇടണം. ഇപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് രാത്രി 10 മണിക്ക് ശേഷം കേട്ടോ. കുട്ടികളെല്ലാവരും ഉറങ്ങി. ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് രാവിലെ മുതൽ ഇത്ര നേരം വെയിറ്റ് ചെയ്തേ കുഞ്ഞൂസ് ഉറങ്ങട്ടെ വെച്ചിട്ട്. പക്ഷേ അവൻ ഉറങ്ങിയേ ഇല്ല. ഇന്ന് എന്താണെന്ന് അറിയില്ല. അല്ലെങ്കിൽ അവൻ കുറേ നേരം ഉറങ്ങണതാണ്. അപ്പോൾ അവൻ ഉറങ്ങട്ടെ പറഞ്ഞ് വെയിറ്റ് ചെയ്ത് അവനെ ഉറക്കിയിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറേ എൻ്റെ അനിയനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. എഡിറ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ എല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കില്ലല്ലോ. കുട്ടികളെ നമ്മൾ എന്തായാലും നോക്കണം, അവരെ പഠിപ്പിക്കണം, അവരുടെ കാര്യം മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കണമല്ലോ. എന്താ വെച്ചാൽ നമ്മുടെ ലൈഫൊക്കെ ഒരുവിധം സെറ്റിലായി, ഇനി അവരുടെ കാര്യമാണ് നമ്മൾ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഞാൻ ബാക്കി എൻ്റെ കാര്യങ്ങൾക്ക് എടുക്കാറുള്ളൂ കേട്ടോ. അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറത്തു കൂടെ പോകുന്നവരെ കണ്ട ഓരോരുത്തരുടെ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ അപ്പോൾ ഞങ്ങൾ പരസ്പരം ഇങ്ങനെ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരോ റോട്ടിൽ കൂടെ പോയി, ആരാന്നൊക്കെ ഓർമ്മയില്ല. അപ്പോൾ അവരെന്തോ കാര്യം സംസാരിച്ചതായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആരോ വന്ന് കോണിമില്ലടിച്ച്, അപ്പോൾ അത് നോക്കാൻ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ജ്യൂസ് അടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ. അതൊക്കെ കയ്യോടെ തന്നെ കഴുകി വെച്ചു കേട്ടോ. ആളുള്ള ദിവസം ആവുന്നതും കിച്ചണിൽ ഒരുപാട് നിൽക്കില്ലേ, വേഗം പണി കഴിഞ്ഞിട്ട് നമുക്കായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കും കേട്ടോ. വർത്താനം പറഞ്ഞിരിക്കാനും എല്ലാം എപ്പോഴെങ്കിലല്ലേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ കൂടെ മാക്സിമം ഞാൻ സമയം ചിലവഴിക്കും കേട്ടോ. പിന്നെ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ ബാക്കിയുള്ള എക്സ്ട്രാ ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കേട്ടോ, ആവുന്നത് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യേ. പിന്നെ ആ ജനലിരിക്കുന്നുണ്ട് കുറേ പാത്രങ്ങൾ. നിങ്ങൾക്കുണ്ട് അങ്ങനത്തെ സ്വഭാവം? എന്ത് ഫുഡ് ഐറ്റം വാങ്ങിയാലും ആ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കൽ. ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങൾ കളയുകയില്ല, എനിക്ക് മനസ്സ് വരികയില്ല. എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കുക. അതുപോലെ പച്ചക്കറികളാണെങ്കിലും നമുക്ക് ഇങ്ങനെ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിനുള്ളിൽ എടുത്ത് വെക്കാൻ അത് സൗകര്യമാണല്ലോ. അതുകൊണ്ടാണ് അത് ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. വേറെ എവിടെയും വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ ജനലിൽ വെച്ചത്. ഉണങ്ങിക്കഴിഞ്ഞാൽ അത് എടുത്ത് വെക്കും കേട്ടോ. വെള്ളത്തോട് കൂടെ എവിടെയും ഷെൽഫിലൊന്നും വെക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അത് അവിടെ വെച്ചിരിക്കുന്നത്. ഇതാ നമ്മുടെ കൂണൊക്കെ റെഡി ആവണു, അതിൻ്റെ മസാല റെഡിയായി. അതിൽ പ്രത്യേകിച്ചൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഇഞ്ചി, വെളുത്തുള്ളി, വലിയുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, മല്ലിയിലൊക്കെ ഇട്ട് നന്നായി വഴറ്റി അതിന് ശേഷം അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ഇതെല്ലാം ഇട്ടു, ആവശ്യത്തിന് ഇട്ടിട്ട് അത് നന്നായി ഇളക്കി വേവിച്ച് നമ്മുടെ എണ്ണയൊക്കെ മുകളിലോട്ട് ഇങ്ങനെ പൊന്തി വരുന്ന സമയത്ത് നമ്മുടെ കൂണും ഇട്ട് ജസ്റ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. കുറച്ച്, ഒരുപാട് വെള്ളം ഒഴിച്ചില്ല, അതിന് തന്നെ ഒരു വെള്ളം വരുമല്ലോ. അത് കുറച്ച് ഒഴിച്ചു. പക്ഷേ ഇത്രയും ഒഴിക്കേണ്ടിയിരുന്നില്ല. ഞാൻ ഇതുവരെ കറി വെച്ചിട്ടുള്ളൂ, അങ്ങനെ ഡ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ. എല്ലാവരും കോണിമേലടിച്ചു. വന്ന് നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞാറ്റി വെച്ചാണ് കേട്ടോ, ഏട്ടൻ്റെ മക്കളാണേ. അപ്പോൾ കേക്കൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കുഞ്ഞാറ്റിയുടെ ബർത്ത്ഡേ ആയിരുന്നു അത്രേ. അപ്പോൾ ഞാൻ കേക്കൊക്കെ വാങ്ങി വെച്ച് ആൾക്ക് ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഡ്രസ്സ് നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ കേക്കൊക്കെ കഴിച്ചിട്ട് വന്ന് വീണ്ടും അടുക്കളയ്ക്ക് കയറി കൂട്ടാനൊക്കെ നോക്കുകയാണ് കേട്ടോ. എന്തായിന്ന് ഇപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി ആ വെള്ളം വറ്റി ഒന്ന് ഡ്രൈ ആയാൽ മതി കേട്ടോ. ില്ലേ നന്നായി വെന്തിട്ട് വേണം അത്ര കഴിക്കാൻ. വേവ് കമ്മിയാവാൻ പാടില്ല അത്ര, അത് വയറിന് ശരിയാവില്ല അത്ര. നന്നായി വേവിച്ചിട്ട് വേണം ഇതെല്ലാം കഴിക്കാമെന്ന് പറയും കേട്ടോ. ഞാൻ കാണിക്കുന്നത് പുട്ടും കുടുക്കയാണ് കേട്ടോ. ഇവിടെ പുട്ടും കുടുക്ക ഉണ്ടായിരുന്നില്ലേ, പുതിയത് കിട്ടിയത് പറഞ്ഞാൽ വാങ്ങിയതല്ല കേട്ടോ. ഞങ്ങൾ ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അത്ര രൂപയ്ക്ക് സാധനങ്ങൾ എടുത്ത ഓരോ ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ വീട്ടിലില്ലാത്തൊരു സാധനം തന്നെ ഗിഫ്റ്റ് കിട്ടിയെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ. നമുക്ക് വില കൂടിയ നിറയെ സാധനങ്ങൾ കിട്ടുന്നേക്കാളും നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമല്ലേ. ഞാൻ എന്നിട്ട് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പുട്ടും കുറ്റി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അപ്പോൾ അത് ഉണ്ടാക്കാൻ പുട്ടും കുറ്റിയില്ല, പൊടിപ്പുട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, എനിക്ക് കിട്ടിയല്ലോ. ഇനി അമ്മയുടെ ഇത് അമ്മ കൊണ്ടൊക്കെ വേണ്ട, അമ്മ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കൊടുത്തു വിട്ടു കേട്ടോ. എനിക്ക് പുതിയത് കിട്ടിയല്ലോ പറഞ്ഞിട്ട്. സംസാരിക്കുന്ന ശബ്ദം കേട്ടപ്പോഴേക്കും പൊന്നൂസ് വന്നു കേട്ടോ. ഞാൻ ജ്യൂസ് എവിടെ ചോദിച്ചിട്ട്, എന്താ വെച്ചാൽ കുറേ നേരമായിട്ടോ ജ്യൂസ് ഇപ്പം ഉണ്ടാക്കി തരാൻ പറയുന്നത്. എവിടെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അത് അതിൻ്റെ അടിയിൽ പെട്ട് പോകും കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഇപ്പോൾ ആയി. അപ്പോൾ പൊന്നൂസ് ഒന്ന് തരും അമ്മ, എനിക്ക് പോയി ടി വി കാണണം പറഞ്ഞിട്ട് വന്ന് കാവൽ നിൽക്കുകയാണ് കേട്ടോ. വേറെ ആരും കുടിക്കില്ല, ഞങ്ങൾ രണ്ടുപേരും തന്നെ കുടിക്കണം. അപ്പോൾ ജ്യൂസൊക്കെ ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പൊന്നൂസ് കറിയൊക്കെ ഇളക്കി നോക്കുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അടുക്കളയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ഇടയ്ക്ക് ഇങ്ങനെ പാത്രമൊക്കെ കഴുകി തരാൻ പറഞ്ഞാൽ കഴുകി തരും കേട്ടോ. വലിയ വലിയ പാത്രമല്ല, ഗ്ലാസ് കിണ്ണ അങ്ങനെയുള്ളതൊക്കെ കഴുകി തരും കേട്ടോ. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് കുളിച്ചിട്ടില്ലല്ലോ, ഒന്ന് പോയി കുളിക്കി പറയാൻ കേട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് അവൾക്കും കൊടുത്തു, ഞാനും കുടിച്ചു കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ ഗ്രേപ്പ് ജ്യൂസ്. പക്ഷേ ചിലവർക്ക് എന്താണെന്ന് അറിയില്ല, ഇഷ്ടമല്ല. ഇവിടെ ആൾക്ക് ഇഷ്ടമല്ലേ, ആൾക്ക് ഓറഞ്ചൊക്കെ ഇഷ്ടം കേട്ടോ. എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്. ഞാനും പൊന്നൂസ് ഇങ്ങനെ സ്കൂളിലെ വിശേഷങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അവൾക്കില്ലേ അവളെങ്ങനെ ഭയങ്കര സ്നേഹിക്കണതും കൊഞ്ചിക്കണതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മൂത്ത കുട്ടിയായതുകൊണ്ടാണെന്നറിയില്ല, അവർക്ക് നല്ല സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല. അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മൂത്ത കുട്ടികൾക്കായിരിക്കും, കെയറിങ്ങും. ബാക്കി വരുന്നവർക്ക് അത്രത്തോളം കിട്ടില്ല. എന്താ വെച്ചാൽ നമ്മുടെ സ്നേഹം എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുമല്ലേ. അപ്പം അതുകൊണ്ടാണ് തോന്നുന്നു അവൾക്ക് ആരായാലും കേട്ടോ അവൾ നന്നായി സ്നേഹിക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ അതിൽ നല്ല എൻജോയ് ചെയ്യുന്നത് അവളുടെ മുഖത്തെ അറിയാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ആളുടെ അടുത്ത് ജ്യൂസ് കുടിച്ച് നോക്കി പറഞ്ഞ് കൊടുത്തപ്പോൾ ആൾ വേണ്ടേ വേണ്ട പറഞ്ഞു കേട്ടോ. പിന്നെ പൊന്നൂസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവളും മതി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആർക്കും വേണ്ടെങ്കിൽ ഞാൻ കുടിച്ചുകൊണ്ട് അത് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചേക്ക്, ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം, എൻ്റെ സ്കിന്നിനൊക്കെ നല്ലതാവട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇതാ കൂൺ കറി റെഡി ആയപ്പോൾ ആളതിനെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് സൂപ്പറാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ആളുടെ പണിയാണേ. ആൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ നന്നായി ഭംഗിയായി അലങ്കരിക്കുക, അത് കാണുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. എൻ്റെ അടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയാം കേട്ടോ. ആളുടെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ആ ചട്ടിയിൽ ചോറൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ പറഞ്ഞു. ചട്ടിയിൽ ചോറിട്ട് ഇളക്കണു, അതിൽ കറിയില്ല. ആളെല്ലാ കറിയും കറക്റ്റ്, അത് വെച്ചപ്പോൾ ചുങ്ങി കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അത് മൊത്തത്തിൽ തുടച്ച് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരി സാരമില്ല, ഇനി നമുക്ക് കറി കിണ്ണത്തിന്നിട്ട് കൊട്ടിയിട്ട് കഴിക്കുക, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. പക്ഷേ ഈ ചട്ടിയിലിട്ടിട്ട് ഈ മീൻ വറുത്ത് കഴിഞ്ഞാൽ, അതുപോലെ മുളക് വറുത്ത് കഴിഞ്ഞാൽ ആ ചട്ടിയിലിട്ടിട്ട് ചോറ് കുഴച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് പറയിട്ടാ, കമൻറ്റ് ചെയ്യണേ.
എനിക്ക് നീ ഇതന്നെ ഉള്ളൂ കേട്ടോ കറി, വേറെ കറിയൊന്നും വെക്കണില്ല. ഇത് ചോറിലിട്ട് കുഴച്ചങ്ങോട്ട് കഴിക്കുന്ന ടേസ്റ്റ് അത് വേറെ തന്നെയാണ് കേട്ടോ. ഞാനപ്പോൾ അതൊന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ, ടേസ്റ്റ് അത് നോക്കാൻ വേണ്ടിയിട്ട്. ഇനി കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുത്തിട്ടേ ഞാൻ കഴിക്കുള്ളൂ. അപ്പോഴേക്കും സമയമാവുമല്ലോ. എന്തായാലും കറിയുടെ ടേസ്റ്റ് വേഗം നോക്കാൻ പറഞ്ഞ് ഞാൻ കുഴച്ച് കഴിക്കുന്നിട്ട് ആൾ കേട്ടോ. എനിക്കൊരു വായ എത്ര നേരമായി ഞാൻ ചോദിച്ചിട്ട് ഇരിക്കണമെന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഒപ്പം. എനിക്കിങ്ങനെ കുറേ കറികൾ കൂട്ടി കഴിക്കണേക്കാൾ അതുപോലെ ഒന്നോ രണ്ടോ കറി കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോഴേ ആ കറികളുടെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുള്ളൂ അല്ലേ. ഇങ്ങനെ ഒരു കറി മാത്രം കഴിക്കുമ്പോൾ അതിൻ്റെ രുചി നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. നിറയെ കറികളാകുമ്പോൾ നമുക്ക് എല്ലാം കഴിച്ച് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഇഷ്ടപ്പെട്ട കറി ഒന്നും മാത്രമല്ല അധികം കഴിക്കുള്ളൂ. ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ ഇത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കഴിക്കണേൻ്റെ അടുത്ത് ഇടയിൽ ആളുടെ അടുത്ത് പറയാം കേട്ടോ, ഞാൻ കഴിക്കട്ടെ, നല്ല ടേസ്റ്റ് എൻജോയ് ചെയ്ത് മെല്ലെ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് തരാം, വെയിറ്റ് ചെയ്യ് പറയാം കേട്ടോ. ആളവിടെ നിന്ന് നോക്കി വെള്ളം ഇറക്കണം കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ കൂൺ റോസ്റ്റ് അത് കഴിഞ്ഞ് ഞാൻ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞ് കുഞ്ഞൂസിനും കഴിക്കാൻ കൊടുക്കാൻ കേട്ടോ. കുഞ്ഞൂസിനും കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് കേട്ടോ. പിന്നെ വൈകുന്നേരം വരെ ഞങ്ങളിങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടും വർത്താനം പറഞ്ഞിട്ടും കളിച്ചും ചിരിച്ചും ഇങ്ങനെ സമയം പൊക്കോളൂ കേട്ടോ. കുഞ്ഞൂസിന് ഭക്ഷണം കൊടുക്കുന്നത് ഒരു ടാസ്ക്കാണ് കേട്ടോ. പ്രത്യേകിച്ച് ഉച്ച നേരത്ത് അവന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്ത് കൂടെ ഇറങ്ങി നടന്നിട്ടൊക്കെ കുറേ നേരം പിടിക്കും കേട്ടോ അവന് ഭക്ഷണം കഴിക്കാൻ. ആൾ പെട്ടെന്ന് പെട്ടെന്ന് ഭക്ഷണം കഴിക്കട്ടോ കൊടുത്താൽ. ഇപ്പോൾ പിന്നെ വലുതാവും തോറും ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയായേ. അപ്പോൾ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുടിയൊക്കെ കെട്ടി കൊടുക്കാൻ വിചാരിച്ച്. 2 പേർക്കും മുടിയൊക്കെ നന്നായി കെട്ടി കൊടുത്തു. പൊന്നൂസ് കുളിച്ചൊക്കെ വന്നു. അപ്പോൾ മുടി നന്നായി ടൈറ്റായി പിന്നി കെട്ടി കൊടുക്കും കേട്ടോ വീട്ടിലിരിക്കുമ്പോൾ. പുറത്ത് പോകുമ്പോൾ അങ്ങനെ നമുക്ക് വൃത്തിയായി കെട്ടി കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. വൃത്തിയായി കെട്ടി കൊടുക്കാൻ പറ്റില്ല, ഒതുക്കി കെട്ടി കൊടുക്കില്ലല്ലോ. ഇവർ കളിക്കുമ്പോഴും ഇനി കിടക്കയിലൊക്കെ കിടക്കുമ്പോഴൊക്കെ മുടി പൊട്ടിപ്പോവില്ലേ. അപ്പോൾ കുട്ടികൾക്ക് മുടി വളരണമെങ്കിൽ അവരുടെ മുടി നന്നായി നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പോൾ ഇതുപോലെ നല്ല എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് മുടീനെ നല്ല ചിക്കൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായി കെട്ടി മടക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവർക്ക് കെട്ടി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ആൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ആളപ്പോൾ ഫുഡൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ. വീഡിയോ എടുക്കേണ്ടി വന്നപ്പോൾ ആൾ കുറച്ചങ്ങോട്ട് നീങ്ങിയിരുന്നതാണ് കേട്ടോ, വീഡിയോയിൽ കാണണ്ടെന്ന് വെച്ചിട്ട്. എനിക്ക് കുട്ടികൾക്ക് ഇങ്ങനെ നിറയെ മുടിയുള്ളത് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ മുടി വളർത്തുന്നത്. എന്നെക്കാളും ആൾക്കാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ കുട്ടികൾക്ക് മുടി നിറയെ നീട്ടി വളർത്തണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുടി അധികം വെട്ടാറില്ല. വെട്ടും തുമ്പ് മാത്രം കേട്ടോ. ആവുന്നതും വളർത്താൻ നോക്കി. മാളൂട്ടിക്ക് അതുപോലെ തന്നെ വളർത്തുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് എല്ലാവരും പറയും മുടി ഷോർട്ടാക്കി കൂടെ വെട്ടിയിട്ട് കുറച്ച് വലുതായിട്ട് വളർത്തിക്കൂടെ പറയും കേട്ടോ. പക്ഷേ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ വലുതായിട്ട് മുടി വളർത്താൻ നീട്ടം വെപ്പിക്കുക വെച്ചാൽ അത് നീളം വെക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എൻ്റെ അനുഭവം വെച്ച് നമ്മൾ ഈ ചെറുപ്പത്തിലേ ഒരു നീളം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ നീളം എന്തായാലും എപ്പോഴും ഉണ്ടാവും. പിന്നെ കൊഴിഞ്ഞു പോകണമെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് നമ്മുടെ കയ്യിലല്ല കൺട്രോൾ. പക്ഷേ നീളം മുടി നമ്മൾ ഇപ്പോൾ തന്നെ വെപ്പിക്കാൻ നോക്കണം കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നീളം വരുന്നത് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അനുഭവം വെച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ പൊന്നൂസിനും മുടി നീട്ടി വളർത്തുന്നത് കേട്ടോ. മാളൂട്ടിക്കും ന്യൂസിന് മുടി ഇതിനേക്കാളും വണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. മലയ്ക്ക് പോയി ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മാലയിട്ടിട്ട്. ആ സമയത്ത് മുടി നമുക്ക് എണ്ണ തേക്കാനോ കെയർ ചെയ്യാനോ പറ്റില്ലല്ലോ, പേനൊന്നും എടുക്കാനൊന്നും പറ്റില്ലല്ലോ. 45 ദിവസം വ്രതം എടുത്തിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് മുടി കെയർ ചെയ്യാൻ പറ്റാതെ കുറേ മുടി പോയി കേട്ടോ. വണ്ണം മുടിയുടെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് വളർത്താം അല്ലേ, ഇനിയും വരും. അതുകൊണ്ട് വിഷമമൊന്നുമില്ല കേട്ടോ, നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അത് കഴിഞ്ഞ് മാളൂട്ടിനെ വിളിച്ച്, മാളൂട്ടിക്ക് തല നനയ്ക്കാത്തതുകൊണ്ട് മുടി ഭയങ്കര ചെയ്യുമ്പോൾ ഭയങ്കര വേദനയുണ്ട്. അവളെ വിളിച്ച് മുടി കെട്ടി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞൂസ് വന്നു കേട്ടോ. അവന് ഇഷ്ടമല്ല കേട്ടോ ഇവർ എൻ്റെ അടുത്ത് വന്ന് ഒരുപാട് നേരം നിൽക്കുന്നത്. അപ്പോൾ വന്ന് കരയാണ് കേട്ടോ, എന്നെ എടുക്കുക പറഞ്ഞിട്ട് അവളെ തള്ളി വിടാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. മാറി നിൽക്കുക പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ വിട്ടില്ല. ഇനി വിട്ട് കഴിഞ്ഞാൽ അവൻ സമ്മതിക്കില്ല കുറേ നേരത്തേക്ക് മുടി കെട്ടാൻ. അപ്പോൾ അവൾ മുടി അഴിച്ചിട്ട് നടക്കില്ലേ പറഞ്ഞിട്ട് ഞാൻ വേഗം മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവനെ എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഇടുപ്പിൽ നിന്ന് പോവുകയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ബായ്.